Hi, hello dear friends. Our next video, how to take trial balance from Tally. Earlier discuss about the day book, statement, registers, aging report. These are how to take from Tally, how to take a display and print from Tally. All subsidiary book, how to take subsidiary books from Tally. ടാലിയിൽ നിന്ന് എല്ലാ സബ്സിഡിയറി രജിസ്റ്റേഴ്സുകളും എടുക്കാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. നെക്സ്റ്റ് അവർ സ്ട്രക്ചർ, ഗ്രൂപ്പ്സ്, സബ് ഗ്രൂപ്പ്സ് ആൻഡ് ലെഡ്ജേഴ്സ്. അതിൻ്റെ ക്രിയേഷൻ നമ്മൾ എങ്ങനെ ചെയ്യണമെന്നും ഓരോ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തേണ്ടതും നമ്മൾ സ്പെസിഫൈ ചെയ്ത് പഠിച്ചതാണ്. ഹിയർ വി സി ദ സ്ട്രക്ചർ ഓഫ് ദീസ് ഗ്രൂപ്പ് ആൻഡ് സബ് ഗ്രൂപ്പ് ലെഡ്ജേഴ്സ്. അപ്പം നമ്മൾ ഗ്രൂപ്പും സബ് ഗ്രൂപ്പിലകത്തെയും ഓരോ ലെഡ്ജർ ക്രിയേഷനും മാറിപ്പോയാൽ റിപ്പോർട്ടുകളെയും ബാധിക്കും. അപ്പം റിപ്പോർട്ടുകളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആക്യുറസി എത്രമാത്രം ആക്യുറേറ്റ് ആവണോ അതിനനുസരിച്ച് നമ്മൾ സ്ട്രക്ചറിൽ തിരുത്തണം. അതിനാണ് നമ്മൾ ലിസ്റ്റ് ഓഫ് ലെഡ്ജേഴ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ലിസ്റ്റ് ഓഫ് ലെഡ്ജേഴ്സ് എടുത്താൽ നമുക്ക് ലെഡ്ജേഴ്സിൻ്റെ ലിസ്റ്റ് കിട്ടും. ഏത് അണ്ടറിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഹെഡ് മാറിപ്പോയിട്ടുണ്ടോ, ഇതൊക്കെ നോക്കി നമുക്ക് അക്കൗണ്ട് ഇൻഫോയിൽ വന്ന് ഓൾട്ടർ എന്ന ഓപ്ഷൻ എടുത്ത് നമുക്ക് ലെഡ്ജേഴ്സുകൾ എഡിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാലൻസ് ഷീറ്റിൽ ട്രയൽ ബാലൻസ് എടുത്ത് നോക്കണം. അപ്പം ഡിസ്പ്ലേ മെനുവിൽ ട്രയൽ ടാലി ഓപ്പൺ ചെയ്താൽ നമുക്ക് ഡിസ്പ്ലേ ഗേറ്റ്വേ ടാലിയിൽ ഡിസ്പ്ലേ മെനുവിൽ ട്രയൽ ബാലൻസ് കണ്ടു. പ്രസ് ചെയ്യുക. ഇവിടെ നമുക്ക് ഗ്രൂപ്പ് ബേസിലുള്ള ട്രയൽ ബാലൻസ് ആണ് വന്നത്. മെയിൻ ഗ്രൂപ്പാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ലിസ്റ്റ് ഓഫ് ലെഡ്ജേഴ്സ് ഫുള്ള് കിട്ടണം. അപ്പോൾ നമുക്ക് ഓൾട്ട് F1 പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിനകത്ത് F1 ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് മെയിൻ ഗ്രൂപ്പും നമ്മൾ സബ് ഗ്രൂപ്പുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. മെയിൻ ഗ്രൂപ്പും സബ് ഗ്രൂപ്പും ഐറ്റംസ് ഇവിടെ ഓൾറെഡി ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ സബ് ഗ്രൂപ്പും മെയിൻ ഗ്രൂപ്പായിട്ട് എടുത്ത് നമുക്ക് നോക്കാം നമ്മളെ അക്കൗണ്ടിൻ്റെ ഹെഡുകളൊക്കെ കറക്റ്റ് ആണോ. കറക്റ്റ് അല്ലെങ്കിൽ വരുന്നത് നമ്മൾ GPA-NBA-യും അത് ബാധിക്കും, ബാലൻസ് ഷീറ്റിനെയും ബാധിക്കും. അസറ്റിലോ ലൈബിലിറ്റിയിലോ കറണ്ട് ലൈബിലിറ്റിയോ ഒക്കെ മാറിപ്പോകാം. അതൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ട്രയൽ ബാലൻസ് എടുക്കുമ്പോൾ ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെ വേണം. നമുക്കിവിടെ കണ്ടൻസ്ഡ് മെത്തേഡും ഡീറ്റെയിൽഡ് മെത്തേഡുമായിട്ട് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഫ്രം ടു കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള പീരീഡിൽ സെറ്റ് ചെയ്യാം. ഏതെങ്കിലും ഒരു മാസത്തെയോ ക്വാർട്ടറിലെയോ ഒക്കെ എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രൂപ്പ് ബേസ് എടുക്കാം. ടാലിയിൽ അതിൻ്റെ ഗ്രൂപ്പ് മാത്രം മതി എന്നുള്ളത് ഗ്രൂപ്പ് ബേസിൽ നമുക്ക് റിപ്പോർട്ട് എടുക്കാം. ലെഡ്ജർ വൈസ് നമ്മൾ ലെഡ്ജർ മാത്രം വെച്ച് നമുക്ക് റിപ്പോർട്ട് എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് പുതിയ കോളം, ന്യൂ കോളം എന്ന് കണ്ടോ, നമുക്ക് ഒന്നിലധികം കമ്പനികളുണ്ട്, നമുക്ക് കമ്പാരിറ്റീവ് ചെയ്ത് നോക്കണം. കഴിഞ്ഞ ഇന്നത്തെ ട്രയൽ ബാലൻസ്, ഇതേ സമയത്തുള്ള മറ്റൊരു ബ്രാഞ്ചിൻ്റെ ട്രയൽ ബാലൻസ്, അല്ലെങ്കിൽ ഒരു ഇയറിലെ ട്രയൽ ബാലൻസ് ഒക്കെ നോക്കാനായിട്ട് നമുക്ക് കോളം ബേസ് എടുക്കാം. ഇവിടെ ഇപ്പോൾ 2 കമ്പനിയുണ്ട്, KDRS ഡിസ്ട്രിബ്യൂട്ടറും SRM എന്നും. ഇപ്പം നമുക്ക് SRMൻ്റെ തന്നെ 2 വർഷത്തെ എടുക്കണമെങ്കിൽ നമുക്കിവിടെ ഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഫ്രം മുതൽ 2 വരെയുള്ള 31 മാർച്ച് 25 കൊടുത്ത് ഞാൻ എടുക്കുവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ നമുക്ക് ഞാൻ എടുത്തുകൊണ്ടിരുന്ന റിപ്പോർട്ട് 1 ഏപ്രിൽ ടു ജൂലൈ വരെയുള്ളതായിരുന്നു. ഇത് 1 ഏപ്രിൽ ടു 31 മാർച്ച് 25 വരെയാണ്. അപ്പോൾ അങ്ങനെ 2 കോളമായിട്ട് നമ്മൾ എടുത്തു. അതല്ല നമുക്ക് ന്യൂ കോളത്തിൽ വരേണ്ടത്, നമ്മൾ നമ്മൾ തന്നെ ബ്രാഞ്ചിൻ്റെ മറ്റൊരു കമ്പനിയാണ് നമുക്ക് നോക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ കമ്പനി കൂടി കൊടുത്താൽ നമുക്ക് അതും ഫ്രമും 2ഉം കൊടുത്തിട്ട് 2ഉം കൊടുക്കുക. എൻ്ററടിച്ച് കഴിഞ്ഞാൽ നമുക്ക് SRMൻ്റെ 2 സ്റ്റേജിലുള്ളത് ഞാൻ എടുത്തു. അതോടൊപ്പം KDRS എന്ന ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കൂടി എടുത്തു. അപ്പോൾ ഇവിടെ എന്താ കാണിക്കുന്നത്, നമുക്ക് കമ്പാരിറ്റീവ് ചെയ്ത് നോക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഗ്രോത്തോ ഒക്കെ നമുക്ക് ട്രാൻസാക്ഷനൊക്കെ നോക്കാൻ വെരിഫൈ ചെയ്യാം. ഓഡിറ്റേഴ്സിന് എത്ര കോളം വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ആഡ് ചെയ്തിട്ട് നോക്കാം. ഒന്നിലധികം കമ്പനി, നമ്മളെ ബ്രാഞ്ച് കമ്പനികളെ കമ്പയർ ചെയ്ത് നോക്കാൻ, അതായത് ഓഡിറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ട്രയൽ ബാലൻസ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കോളം ഓൾട്ടർ വരുത്തണമെങ്കിൽ നമുക്ക് ആ കോളം ഓൾട്ടർ വരുത്തി കൊടുക്കാം. പിന്നെ ഡിലീറ്റ് കോളം വേണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഞാൻ ലാസ്റ്റ് കൊണ്ടുവന്ന കോളം അതങ്ങ് പോയി. അപ്പോൾ അടുത്ത കോളവും പോകണമെന്നുണ്ടെങ്കിൽ അടുത്ത കോളവും പോയി. ഇതുപോലെ നമുക്ക് കോളങ്ങൾ സെറ്റ് ചെയ്ത് ഏതെങ്കിലും കമ്പനിയായിട്ട് നമുക്ക് ഓഡിറ്റ് ചെയ്യാനായിട്ട് ട്രയൽ ബാലൻസ് എടുക്കാം.
അത് കഴിഞ്ഞിട്ട് നമുക്ക് കോൺഫിഗറേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഷോ ഓപ്പണിംഗ് ബാലൻസ് ഷോ ചെയ്യണോ? യെസ്. അത് കഴിഞ്ഞിട്ട് എന്ത് വേണം? ട്രാൻസാക്ഷൻ വേണ്ട. ക്ലോസിംഗ് ബാലൻസ് യെസ് ഉണ്ട്. പെർസെൻറ്റേജ് ബേസ് വേണോ? യെസ്. കൺട്രോൾ A കൊടുത്ത് ഞാൻ സേവ് ചെയ്യുന്നു. അപ്പോൾ ട്രയൽ ബാലൻസിൽ നമ്മൾ ഓരോന്നിൻ്റെ പെർസെൻറ്റേജ് ഗ്രോത്താണെങ്കിൽ അതുകൂടി നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഡെബിറ്റ് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഇതിൽ നമുക്ക് ട്രയൽ ബാലൻസ് വ്യൂ ചെയ്യാം. ഒന്നിലധികം കമ്പനികളെ ഓഡിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണമെങ്കിൽ അതാവാം. ഒരേ പീരീഡ് പല പീരീഡുകളിലായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെയാവും. ഈ ഓട്ടോ കോളമുണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോളം ഡീറ്റെയിൽസ് കണ്ടോ. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന കമ്പനിയുടെ തന്നെ ഹാഫ് ഇയർലി ആയിട്ട് നമുക്ക് സ്പ്ലിറ്റപ്പ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ക്വാർട്ടർലി ആയിട്ട് എടുക്കണം. അപ്പം നമുക്ക് ഹാഫ് ഇയർലി ആയിട്ട് എടുക്കാം. നോക്കി, ഹാഫ് ഇയർലി ട്രയൽ ബാലൻസ് നമുക്കിവിടെ കിട്ടും. 1 ഏപ്രിൽ മുതൽ 30 സെപ്റ്റംബർ വരെയുള്ള ട്രയൽ ബാലൻസ് വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് അൾട്ടർ കോളത്തിൽ അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അടുത്ത നമുക്ക് വേണം ഓട്ടോ കോളം കൊടുത്തു. ഓട്ടോ കോളത്തിൽ നമുക്ക് വേണ്ടത് എങ്ങനെയാണ്? ക്വാർട്ടർലി റിപ്പോർട്ട് കിട്ടണം. അപ്പോൾ നമുക്ക് ക്വാർട്ടർലി ആയിട്ട് റിപ്പോർട്ട് കിട്ടും. ഇവിടെ ട്രയൽ ബാലൻസ് ഞാൻ ക്വാർട്ടർലി റിപ്പോർട്ടാണ് എടുത്തിരിക്കുന്നത്. സെയിം പീരീഡിൽ SRMൻ്റെ നമുക്ക് ആദ്യത്തെ 3 മാസത്തെ ജൂൺ വരെയുള്ളത് കിട്ടി. അത് കഴിഞ്ഞ് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ളത് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ളത് കിട്ടി. അടുത്ത ഒരു കോളം സൈഡിലേക്കുണ്ട് കേട്ടോ. 1 ജാനുവരി മുതൽ 31 മാർച്ച് വരെയുള്ളത് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ 3 കോളത്തിൽ സ്ക്രീനിൽ സ്ഥലമുള്ളൂ. അതുകൊണ്ടാണ് ഒരു കോളം ഡിസ്പ്ലേയിലായിരിക്കും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ ഉപയോഗിച്ച് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പം നമ്മുടെ കമ്പനിയുടെ തന്നെ പ്രസൻറ്റ് കമ്പനിയുടെ തന്നെ നമുക്ക് ക്വാർട്ടർലി റിപ്പോർട്ട് ട്രയൽ ബാലൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ 4 കോളമായിട്ട് നമുക്ക് ക്വാർട്ടർലി ബേസിൽ അതിൻ്റെ ട്രാൻസാക്ഷൻ്റെ എമൗണ്ടുകൾ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ട്രയൽ ബാലൻസ് എടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഓഡിറ്റ് ചെയ്യാനായി നോക്കേണ്ട മെത്തേഡാണ് ഞാൻ കാണിച്ചത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാകുമെന്ന് കരുതുന്നു. ഇതിലും നിങ്ങളുടെ എന്തെങ്കിലും ഗ്രൂപ്പ് മാറി മിസ്റ്റേക്ക് കണ്ടാൽ നമുക്കിവിടെ ക്ലോസ് ചെയ്തിട്ട് നേരെ അക്കൗണ്ടിൽ പോയി അക്കൗണ്ട് ഇൻഫോയിൽ പോയി ഐറ്റം നമുക്ക് ഗ്രൂപ്പ് എഡിറ്റ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, ബായ്. എല്ലാം വാച്ച് ചെയ്യുക, വിഷ് ചെയ്യുക, ട്രാൻസാക്ഷൻ ഇൻപുട്ട് ചെയ്യുക, ചെയ്ത് നോക്കുക, റിപ്പോർട്ട് എടുക്കുക. ഓക്കെ, താങ്ക് യു. വാച്ച് ഓൾ വീഡിയോസ്.